മുനമ്പത്ത് അന്യാധീനപ്പെട്ട 404 ഏക്കർ വഖഫ് ഭൂമിയുടെ നഷ്ടം ഫറൂഖ് കോളേജിൽ നിന്ന് ഈടാക്കണമെന്ന വഖഫ് ബോർഡ്. ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ ഉന്നതാധികാര സമിതിക്ക് മുന്നിലാണ് വഖഫ് ബോർഡ് നിലപാട് അറിയിച്ചത്. മുനമ്പത്തെ വഖഫ് സ്വത്ത് ബോർഡിന് തിരിച്ചു കിട്ടണം. വഖഫ് ഭൂമി കൈമോശം വരുത്തിയ ഫറൂഖ് കോളേജ് താമസക്കാർക്ക് നഷ്ടപരിഹാരം നൽകേണ്ടത്. സർക്കാർ പകരം ഭൂമി നൽകുന്നതിനോട് യോജിക്കുന്നില്ലെന്നും വഖഫ് ബോർഡ് നിലപാടെടുത്തു. ഉന്നതാധികാര സമിതിക്ക് മുന്നിൽ ഹാജരായ ഫറൂഖ് കോളേജ് പ്രതിനിധി ഭൂമി വഖഫ് അല്ലെന്ന നിലപാടെടുത്തു. ഉന്നതാധികാര സമിതിക്ക് മുന്നിലാണ് ഇത്തരമൊരു നിലപാടെടുത്തിരിക്കുന്നത്. ഉന്നതതല യോഗം എന്ന് പറഞ്ഞാൽ ചീഫ് സെക്രട്ടറി തലത്തിലുള്ള യോഗമാണ്. വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ സെക്രട്ടറിമാർ, ACS അവരുണ്ടായിരുന്നു. വഖഫ് ബോർഡിൻ്റെ ചെയർമാനും ഫറൂഖ് കോളേജിൻ്റെ പ്രതിനിധി ഉണ്ടായിരുന്നു. അത്തരത്തിലൊരു ഹയർ ലെവൽ മീറ്റിംഗ് നടന്നു. ആ ഹയർ ലെവൽ മീറ്റിങ്ങിൽ എങ്ങനെ പരിഹരിക്കണം എന്നതിനെക്കുറിച്ച് വളരെ വിശദമായ ചർച്ച നടന്നു. വഖഫ് ബോർഡിനെ സംബന്ധിച്ചിടത്തോളം വേറെ ഒന്നുമില്ലല്ലോ, വഖഫ് സ്വത്താണ്, അത് തിരിച്ചു കിട്ടണം. അതുമാത്രമേ വഖഫ് ബോർഡിനെ സംബന്ധിച്ച് പറയാനുള്ളൂ. എല്ലാ അർത്ഥത്തിലും അത് വഖഫ് സ്വത്താണ്. ഫറൂഖ് കോളേജിൻ്റെ ആളുകൾ അത് വഖഫല്ലെന്ന് ചിലപ്പോൾ പറയുന്നുണ്ടായേക്കാം, പക്ഷെ അവർക്കും അവിടെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല. വഖഫ് സ്വത്ത് എന്ന കാര്യത്തിൽ ആർക്കും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത വിധത്തിൽ വളരെ വ്യക്തമായി ആ വഖഫ് ആധാരത്തിൽ അത് പറഞ്ഞിട്ടുമുണ്ട്. വഖഫ് സ്വത്ത് നഷ്ടപ്പെടാൻ പാടില്ല. എന്നാൽ ജനങ്ങളെ കുടിയിറക്കുക എന്ന് പറഞ്ഞൊരു പ്രതിസന്ധി ഉണ്ടല്ലോ. കുറേ 500-600ഓളം വീട്ടുകാരവിടെ താമസിച്ച് വരുന്നുണ്ട്. അവിടെയുള്ള വ്യവസായ സ്ഥാപനങ്ങളോ ഹോട്ടലുകളോ അതൊന്നും പ്രശ്നമല്ല, മറക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. ജനങ്ങൾ താമസിക്കുന്നുണ്ടല്ലോ, ഈ താമസിക്കുന്ന ജനങ്ങളെ പെരുവഴിയിലാക്കാൻ പാടില്ല എന്ന് സർക്കാരിനുണ്ട്. അതേസമയം വഖഫ് നഷ്ടപ്പെടാനും പാടില്ല. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ എങ്ങനെ ഒരു അനുരഞ്ജനം നടക്കും, ഇതാണ് ആലോചിക്കുന്നത്. അതിന് അവർക്ക് വേറെ ഭൂമി മേടിച്ചതല്ലോ. ഫറൂഖ് കോളേജുകാർക്ക് വേറെ ഭൂമി മേടിക്കാം, ഇവരെ പുനരധിവസിപ്പിക്കാം, വേറെ പല സംവിധാനമുണ്ട്. MK ഷുക്കൂർ വിവരങ്ങൾ നൽകും. ഷുക്കൂർ, അപ്പോൾ ഈ മുനമ്പത്തേത് വഖഫ് സ്വത്താണെന്ന നിലപാട് ഒരിക്കൽ കൂടി വഖഫ് ബോർഡ് ആവർത്തിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഇത് അന്യാധീനപ്പെടാൻ ഇടയാക്കിയത് ഫറൂഖ് കോളേജിന്റെ നടപടികളാണ്. അതുകൊണ്ട് തന്നെ താമസക്കാർക്ക് നഷ്ടപരിഹാരം കൊടുക്കുന്നതും ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതുമൊക്കെ ഫറൂഖ് കോളേജ് ആയിരിക്കണമെന്നുള്ള നിലപാട് ആവർത്തിക്കുകയാണ് വഖഫ് ബോർഡ്. ജിൽസി, മുനമ്പത്തെ 404 ഏക്കർ ഭൂമിയിൽ നിലവിൽ നിരവധി പേർ താമസിക്കുന്നുണ്ട്. കച്ചവട സ്ഥാപനങ്ങളുണ്ട്, വീടുകളുണ്ട്. ഇവിടെ നിന്നും ഇവർ കുടിയിറക്കപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷവും നിലവിലുണ്ട്. അതിന് വഖഫ് ബോർഡ് കൃത്യമായി ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുനമ്പത്തെ 404 ഏക്കർ ഭൂമിയും വഖഫ് ഭൂമിയാണ് എന്ന് തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട ഈ പ്രതിസന്ധി നിലവിലും പരിഹരിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. കാരണം ഹൈക്കോടതി ഈ ഭൂമി വഖഫല്ലെന്ന നിലപാടെടുത്തു. പിന്നീട് സുപ്രീം കോടതി ആ ഒരു ഉത്തരവ് സ്റ്റേ ചെയ്തു. ഈ മുനമ്പത്തേത് വഖഫ് ഭൂമിയാണ് എന്നൊരു നിലപാടിൽ തന്നെയാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് അവിടെ മറ്റ് വ്യവഹാരങ്ങളൊന്നും തന്നെ ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട് നടത്താനാകാത്ത സ്ഥിതിയാണ്. സംസ്ഥാന സർക്കാർ ഈ വിഷയത്തെ കാണുന്നത് എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കാം എന്നൊരു രീതിയിലാണ്. അതുകൊണ്ട് തന്നെ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ ഒരു സമിതിയെ, ഒരു ഉന്നതാധികാര സമിതിയെ ഇതിനായി നിശ്ചയിച്ചിട്ടുണ്ട്. നിയമവകുപ്പ് സെക്രട്ടറി അടക്കമുള്ള സർക്കാരിന്റെ പ്രധാനപ്പെട്ട ചില വകുപ്പുകളുടെ സെക്രട്ടറിമാർ കൂടി ഈ സമിതിയിലുണ്ട്. ഈ സമിതി ആദ്യത്തെ ഹിയറിംഗ് ആണ് കഴിഞ്ഞ ദിവസം നടത്തിയത്. ആ ഹിയറിംഗിൽ ഫറൂഖ് കോളേജ് മാനേജ്മെന്റിന്റെ പ്രതിനിധി, അതായത് ഈ ഭൂമി ആദ്യമായി കൈവശം വെച്ചിരുന്നത് ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് ആണ്. ആ ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് വഖഫ് ആയിരിക്കെ തന്നെ ഇത് ഇടപാട് നടത്തി വിൽപ്പന നടത്തി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. അതുകൊണ്ട് തന്നെ ആദ്യം കേട്ടത് ഫറൂഖ് കോളേജ് മാനേജ്മെന്റിനെയാണ്. ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് ഈ ഉന്നതാധികാര സമിതിയുടെ സിറ്റിംഗിൽ എടുത്ത നിലപാട് ഈ ഭൂമി വഖഫ് അല്ല, മറിച്ച് ഇതൊരു എന്താ പറയുക, ഈ ഭൂമി ഒരു ഗിഫ്റ്റായി, സമ്മാനമായി ഫറൂഖ് കോളേജിന് ലഭിച്ചതാണ്. അതുകൊണ്ട് തന്നെ സ്വതന്ത്രമായി ഇത് വിൽക്കാനും വാങ്ങാനുള്ള അധികാരം ഫറൂഖ് കോളേജിന് ഉണ്ട് എന്നുള്ളതായിരുന്നു. എന്നാൽ ആ നിലപാടിനെ ഈ സിറ്റിംഗിൽ പങ്കെടുത്ത വഖഫ് ബോർഡ് ചെയർമാൻ തള്ളി. അദ്ദേഹം നിലപാടെടുത്തത് ഇത് വഖഫ് ഭൂമി തന്നെയാണ്. ഇത്രയും 404 ഏക്കർ ഭൂമി വഖഫ് ബോർഡിന് തിരിച്ചു നൽകണം. അതിന് ആരാണ് തിരിച്ചു നൽകേണ്ടതെന്ന കാര്യത്തിൽ നിങ്ങൾക്ക് തർക്കിക്കാം. പക്ഷേ ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് ആണ് അക്കാര്യത്തിൽ ഈ ഭൂമിയുടെ നഷ്ടം നികത്തേണ്ടതെന്ന നിലപാടാണ് ഇപ്പോൾ വഖഫ് ബോർഡ് ചെയർമാൻ ഈ യോഗത്തിൽ എടുത്തിരിക്കുന്നത്. സർക്കാരിനെ സംബന്ധിച്ച് ഈ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതാണ് പ്രധാനം. നിലവിലെ സാഹചര്യത്തിൽ ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് ഈ നഷ്ടം നികത്താൻ തയ്യാറാകുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. സംസ്ഥാന സർക്കാർ പകരം ഭൂമി തന്നാൽ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമോ എന്നൊരു ചോദ്യം ചീഫ് സെക്രട്ടറി ഈ സിറ്റിംഗിൽ ചോദിച്ചു. എന്നാൽ അതിന് തങ്ങൾക്ക് അതിനോട് യോജിപ്പില്ല എന്നുള്ള നിലപാട്
നിലപാടാണ് വഖഫ് ബോർഡ് എടുത്തത്. കാരണം വഖഫ് സ്വത്തുക്കൾ ഇതുപോലെ ആരെങ്കിലും സ്വകാര്യ വ്യക്തികൾ അന്യാധീനപ്പെടുത്തിയാൽ സംസ്ഥാന സർക്കാർ അതിനെ നഷ്ടം നികത്തിക്കൊള്ളും എന്നൊരു ധാരണ ജനങ്ങൾക്കിടയിൽ പടരാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഫറൂഖ് കോളേജിൽ തന്നെ ഇതിന്റെ നഷ്ടം നികത്തണം എന്ന നിലപാടാണ് വഖഫ് ബോർഡ് ഈ സിറ്റിംഗിൽ എടുത്തത്.